കുരിശിലേക്ക് നോക്കുക എന്ന ധ്യാന പരമ്പരയിലെ ഇന്നത്തെ ധ്യാനം കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. പൗലോസ്ലീഹ സുവിശേഷ വേലയിൽ ദൈവത്തെ സാക്ഷിക്കുന്നതിൽ ക്രിസ്തുവിൻ്റെ അനുയായികളായിരിക്കുന്നതിലുള്ള കഷ്ടത്തെയാണ് രേഖപ്പെടുത്തുന്നത്. ക്രിസ്തുവിനോടുകൂടെ യാത്ര ചെയ്യുമ്പോൾ കഷ്ടങ്ങൾ പെരുകുന്നു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അത് കേവലം നിരാശയുടെ, പ്രതീക്ഷയില്ലായ്മയുടെ അനുഭവമല്ല. ആ യാത്ര കഷ്ടതയോടൊപ്പം തന്നെ ആശ്വാസവും പ്രതീക്ഷയും പ്രത്യാശയും പെരുകുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരേ സമയത്ത് വേദനയും അതേ സമയത്ത് സൗഖ്യവും അനുഭവിക്കുന്ന ഒരു പ്രത്യേക പരിതോവസ്ഥയാണത്. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിലുടനീളം ഈ വേദനയും കഷ്ടതയും അതോടൊപ്പം പ്രതീക്ഷയും പ്രത്യാശയും ചേർന്നു പോകുന്നത് നമുക്ക് കാണാറുണ്ട്. മോശ ഇസ്രായേൽ മക്കളെ 40 വർഷം മരുഭൂമിയിൽ കൂടെ നടത്തിയപ്പോൾ അവർക്കത് കഷ്ടതയും വേദനയുമായിരുന്നുവെങ്കിൽ മോശയ്ക്ക് ഇത് പ്രതീക്ഷയുടെ പുത്തൻ പുലരിയിലേക്കുള്ള യാത്ര ആയിരുന്നു എന്ന് നമുക്കറിയാം. ശിഷ്യന്മാർക്ക് കുരിശ് വേദനയും കഷ്ടതയുമായിരുന്നുവെങ്കിൽ ക്രിസ്തുവിനത് പുതിയ പ്രതീക്ഷ ആയിരുന്നു. ക്രിസ്തീയ ജീവിതത്തിലും കഷ്ടതയോടൊപ്പം തന്നെ പ്രതീക്ഷയും പ്രത്യാശയും ചേർന്ന് വരുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്നോർക്കുമ്പോൾ നമുക്ക് ധൈര്യവും ബലവും ലഭിക്കുന്നു. ആമേൻ.